ഇത് ഞാൻ നിനക്ക് സ്പെഷ്യൽ ആയിട്ട് കൊണ്ടുവന്നിരിക്കുന്നു. മോനച്ഛൻ വേറെ വാങ്ങിത്തരാം. ഇവൻ ആള് മഹാകുസുതിയാ. ഓ ഇപ്പൊ ചിരിക്കണം. 5 കൊല്ലായിട്ട് മോൻ വെളുത്താണോ കറുത്താണോന്ന് പോലും തിരിഞ്ഞു നോക്കാത്ത ആള്. ഓ എന്റെ മോൻ എങ്ങനെ ഇരിക്കുന്നു എന്ന് എനിക്ക് നല്ല പോലെ അറിയാം. ലടകുട്ട മോൻ ചേച്ചിയുടെ കൂടെ പോയി കളിച്ചോട്ടോ. നീ എനിക്ക് എല്ലാ കൊല്ലം ഫോട്ടോ വെച്ച് തരാറുണ്ടല്ലോ. മോൻ മാത്രമല്ലല്ലോ, ഒരു ഭാര്യ ഇവിടെ ജീവിച്ചിരിക്കണ്ടല്ലോ. അപ്പൊ ഞാനവിടെ സുഖിച്ച് കഴിയാന്നാ നിന്റെ വിചാരം? ചന്ദ്രേട്ടാ, ഞാൻ പേടി പേടിക്കായിരുന്നു. ഇത് നമ്മുടെ രാധയല്ലേ? നൂല് പോലെ ഇരുന്ന പെണ്ണ് കയറി അങ്ങ് വളർന്നു പോയല്ലോ. ചന്ദ്രേട്ട ഇപ്പൊ ഒരു കിളവനായി. പോയി അവിടുന്ന്. കണക്കിന് ദിവാകരൻ ഇവിടുന്ന് മാറണ്ടാവില്ല. നീ ആ സാധനങ്ങളൊക്കെ അകത്തുകൊണ്ട് വെച്ചേ. ഞാൻ ആരുടെയും സ്വർഗത്തിലെ കട്ടുറുമ്പ് ആവണില്ലപ്പാ. എങ്ങനെയുണ്ട് ഇവളിപ്പോ? അല്ല ഈ പ്രായത്തിന് പെശകാണേ. അവള് പാവ. ഇഷ്ടം അയ്യേ ഇതെന്താ പരട്ടി വെച്ചിരിക്കുന്നേ? കഴുത. വേണ്ട, 1 മാസത്തേക്കുള്ളതുണ്ട്. അപ്പൊ അപ്പേച്ചോട് ചോദിച്ച് പഠിക്കേ. നോക്കി, വളരെ കോസ്റ്റ്ലിയാ. ഇനിയുണ്ട് ചിലതൊക്കെ എന്റെ പെട്ടിയില്, ഞാൻ തരാം. എങ്ങനെയുണ്ട്? നല്ല സ്മെല്ല. എന്തൊരു മുഖത്ത് കാട്ടി വെച്ചിരിക്കണേ. ഞാനും അത് പറയായിരുന്നു. നേരെ എത്രയെന്ന് വെച്ചാ കിടക്കണ്ടേ? അപ്പൊ ഇന്ന് മുതൽ പപ്പേച്ചിയുടെ മുറിന്ന് ഇവൾ ഔട്ട്. ചില ഒച്ചയും വേളമൊക്കെ കേക്ക് മൈൻഡ് ചെയ്യണ്ട. എന്താണ്, കുറ്റടിയാണോ? കണ്ടിട്ട് എന്ത് തോന്നുന്നു? കണ്ടിട്ട് ഗാനമേള എങ്ങനെ ഉണ്ടായിരുന്നു? ഗാനമേള വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല. പത്മിനിയേച്ചിയുടെ ഭർത്താവ് വന്നിട്ടുണ്ടല്ലേ? എങ്ങനെ മനസ്സിലായി? അതൊക്കെ മനസ്സിലായി. ആളത്ര ശരിപ്പുള്ളി അല്ലല്ലേ? ആര് പറഞ്ഞു? ഇതൊക്കെ ആരെങ്കിലും പറയണോ? ഉണ്ണിയെ കണ്ടാൽ അറിഞ്ഞൂടെ ഊരിലെ പഞ്ഞം. ഏതായാലും ഒന്ന് സൂക്ഷിച്ചോളൂ. അയ്യോ, ചന്ദ്രേട്ടൻ നല്ല ആളാ, എന്നെ വലിയ ഇഷ്ടാ. ഇഷ്ടമൊക്കെ ശരി, പക്ഷേ എനിക്ക് അത്ര ഇഷ്ടായില്ല. അതുകൊണ്ട് കുട്ടിയും അത്ര ഇഷ്ടപ്പെടുന്നു വേണ്ട. ആരാ രാധേ? ഇവിടെ പണിക്ക് വന്ന് ആശാരിയാണ്. ഈ ആശാരിമാർക്കൊക്കെ ഇപ്പൊ യൂണിഫോം ഉണ്ടോ? ഞാനൊരു ഗാനമേള കഴിഞ്ഞ് പറഞ്ഞ വഴിയാ. നേരം വൈകണ്ടെന്ന് വെച്ച് നേരം ഇങ്ങോട്ട് പോന്നു. ജൂനിയർ യേശുദാസാ? ഓ അതാണല്ലേ ഈ വൈറ്റ് ആൻഡ് വൈറ്റ്. ജൂനിയർ യേശുദാസ് ചെല്ല്. ഈ വീട്ടിൽ പണിക്ക് വരുന്ന ആശാരിമാരോടൊന്നും ഇത്ര ചിരിയും കളിയൊന്നും വേണ്ട. ഇതങ്ങ് വലിയെന്തിനാ? എനിക്ക് നക്കി തക്കിയിരിക്കാൻ വയ്യ. ഒഴിച്ച വിഴുകണം. മതി വിഴുങ്ങിയത്. വീട്ടിൽ പോ നോക്ക്. ഞാൻ പോണില്ല. എന്ത് നീ കുടിച്ചു എന്ന് വെച്ചാൽ നിന്റെ തന്തെ പോലെ നാരയൊന്നും ആവില്ല. ചന്ദ്രനോട് പറഞ്ഞ് മനസ്സിലായോ? ചന്ദ്രന, നീ ആളൊരു ഭാഗ്യവാനാടാ. എനിക്ക് ഭാഗ്യത്തിന് ഒരു കുറവുമില്ല. അന്തസ്സായി പണിയെടുക്കുന്നുണ്ട്. ഇപ്പൊ വീട് നന്നാക്കി കരണ്ടിന് അപേക്ഷ കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് കുമ്മായം തേക്കണം, ശിവന്റെ ഇടണം. പിന്നെ എന്താ സാവകാശം മതിയിടാ. അവക്ക് 10-18 വയസ്സല്ലേ ആയിട്ടുള്ളൂ. എന്നാലും എത്ര കാലം ചന്ദ്രേട്ടാ ഞാനീ കോഴിക്ക് മുല കൊണ്ടത് കാത്തിരിക്കാൻ തുടങ്ങി. ഇനിയിപ്പോ എന്താ മൂക്കി പല്ല് പൊളഞ്ഞിട്ടോ? അതെ, ഇന്ന് ശിവരാത്രിയൊക്കെ പരിപാടി. ശിവരാത്രിയെങ്കിൽ ശിവരാത്രി,
നവരാത്രി നവരാത്രി അത് കളാ. വെറുതെ ഇരുന്ന് ചെക്കനെ വിളിച്ച് കള്ളും കൊടുത്ത് മതി. ദേ ഇനി എനിക്ക് ദേഷ്യം വരും കേട്ടോ. നിർത്തി, ഇത് ലാസ്റ്റാണ് വലി. ഞാൻ പേടിച്ചൊന്നുമില്ല. ഏയ് അത് മുഖം കണ്ടാലറിയാം. ഇന്ന് അമ്മാവനെന്തേ? അമ്മാവൻ ചിലപ്പിഞ്ഞ ഉണ്ടാവില്ല. ഉയ്യോ. ഇവിടെ പണി കഴിയാറായല്ലോ. ഇനി ഞങ്ങള് പിള്ളേർക്ക് ചെയ്യാനുള്ള പണിയുള്ളൂ. അത് കഴിഞ്ഞാ നിങ്ങളെങ്ങനെ കാണാ? ഇവിടുത്തെ പണി കഴിഞ്ഞാലും ഞാൻ ഈ നാട്ടിലൊക്കെ ഉണ്ട്. ഞാൻ വരും. ഉവ്വ്, വെറുതെ. സത്യമായിട്ടും വരും. കുട്ടിയെ കാണാതെ ഇപ്പൊ എനിക്കൊരു സുഖമില്ല. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഞാൻ ഈ വഴി വരും. എന്നെ മറക്കും. മറക്കേ? മറന്ന എനിക്കല്ലേ നഷ്ടം. ഈ കണ്ണും ചിരിയും പാട്ടും ഇതൊന്നും ഞാൻ നഷ്ടപ്പെടുത്തില്ല. പോട്ടെ, ആരെങ്കിലും കാണും. കാണട്ടെ, എല്ലാരും അറിയട്ടെ. അത് സമയമാകുമ്പോ പോരെ. രാധ എങ്ങടാ? അമ്മായി ഒന്ന് കാണണം. അമ്മായിയെ കാണാനോ അല്ലെങ്കിൽ? ഞാൻ വെറുതെ ചോദിച്ചല്ലേ. വെറുതെ ഒന്നല്ല, ഞാൻ പറഞ്ഞത് വിശ്വാസമായിട്ടില്ല. ചന്ദ്രേട്ടൻ തന്ന ചില സാധനങ്ങൾ അമ്മായിക്ക് കൊടുക്കാനാ. പോയിക്കോ, ആൾക്കാർ വരണുണ്ട്. വൈകുന്നേരം നേരത്തെ വരണം. ഞാൻ പാലത്തിന്റെ അടുത്ത് കാത്തുവെക്കും. നേരം വൈകുന്ന തോന്നുന്നു. വേഗം നടക്ക്. എന്താണോ പരിങ്ങളെ? ഏയ്, ഒരു പാമ്പ്. പാമ്പോ? എവിടെ? സാരമില്ല, പോരെ, കടിക്കില്ല. പല്ല് പോയതാ. പല്ല് പോയത് നന്നായി. ഇപ്പൊ വാലോട് കിട്ടു, സൂക്ഷിക്കണേ. നീ പേടിക്കണ്ട, പോരെ. ഞാനില്ലേ കൂടെ. നീ വീണ താഴെ പോട്ടോ. ആ ഉദ്ബന്ധനത്തിൽ കാണണം. ഇതെല്ലാവരും ഇങ്ങനെ പേടിച്ചാൽ എങ്ങനെയാ? കാണണമെങ്കിൽ കാണട്ടെ. രാധയ്ക്ക് പേടിയില്ലേ? പേടിച്ചിട്ട് എന്താ കാര്യം? ദിവാരായിട്ട് കാണുന്ന പോലൊന്നുമല്ല. മറുപ്പത്തിലുണ്ടെങ്കിലും ഞാൻ എന്ന് കരഞ്ഞാൽ തീർന്നു. പാവാ. രാധയുടെ കാര്യത്തിൽ ഓക്കെ, പക്ഷെ എന്റെ അടുത്തോ? ഇതൊക്കെ ഓരോരുത്തരുടെ മനസ്സിന്റെ കാര്യമല്ലേ. സ്നേഹിക്കണമെന്ന് പറഞ്ഞ് സ്നേഹിക്കാൻ പറ്റുമോ? സ്നേഹം നമ്മൾ അറിയാണ്ടുണ്ടായി പോണതാ. ഒന്നും മനഃപൂർവ്വമല്ല. എടേ, ആശാരിമാരുണ്ടായിരുന്നപ്പോ ഒരു രസമായിരുന്നു ഇല്ലേ ഉപ്പച്ചി? രസം. നീ കറിക്ക് എന്തൊക്കെയാ നോക്ക്. ചന്ദ്രേട്ടൻ ഉണ്ണാൻ വരുമ്പോ കൂടെ 1-2 പേരുണ്ടാവും. എന്തുണ്ടാക്കാനാ? അമ്മേ, അമ്മേ വാ, ഒരു സൂത്രം കെടുത്തരാം. എന്താ മോളെ? വരൂന്നേ. രാത്രിയും വാ. എനിക്ക് വേണ്ട നിന്റെ സൂത്രം. ഇപ്പൊ കെടുത്തരാട്ടോ. കണ്ടോ? മതി, എനിക്കൊരു തലവേദന. ഒന്ന് കിടക്കട്ടെ. ഇനിയും കൊറേ ഉണ്ടമ്മേ. ഞാൻ പോടി അവിടുന്ന്. തള്ളേ, പാരത്തള്ളേ. ഈ തള്ളയുടെ ചെവി പൊട്ടിപ്പോയോ? പാരത്തള്ളേ. പത്നി ചെയ്യൂ.
ഇത് വലിയ അതിശയായി പോയല്ലോ. അമ്മ എങ്ങനെയൊക്കെയാ വിളിക്കണേ? പിന്നെ ഈ തള്ളനെന്താ തമ്പുരാട്ടിന്ന് ഈ വിളിക്കണം? കൊച്ചോടെ നിൽക്കണ്ട്, എന്നെ കൂടെ ഒന്ന് പറയിക്കണ്ട. കണ്ണടാനവരല്ലേ വിളിക്കുള്ളൂ, അതിന് ഇനി വലിയ താമസമില്ല. അപ്പൊ ഡെയിലി കണ്ണടക്കാണ്ട് ഉറങ്ങണേ. വെട്ടിത്തിളപ്പിച്ച് കുടിക്കേ. മാസത്തിൽ ഒരു ആടുതല വിഴുങ്ങിയില്ലെങ്കിൽ നടുവ് പൊങ്ങില്ലാന്ന് സൂത്ര. ചേട്ടത്തിനും പറയണ്ട, മാറി സൂത്രാടാ. വെറുതെ ആണോ നിന്റെ തല കണ്ടപ്പോഴും പണ്ടാണ് തല കുറച്ചത്? പണ്ടക്കാലം എന്തിനാടാ വെറുതെ? ഇതൊക്കെ ഒരു രസമാ. പറ്റിരിക്കെ ഞാൻ ആ കുളത്തിലൊന്ന് മുങ്ങിട്ടു. എനിക്ക് ഉടനെ പോണം. ഞാൻ എന്തിനാ വന്നെന്നറിയോ? പേരപണി ഉടനെ തുടങ്ങുന്നുണ്ടാവും. അതെ, അതിനു മുൻപ് ഒരു കടമയും കൂടി തീർത്തു വിടണമെന്നാ ചന്ദ്രേട്ടന്. എന്നാലേ എനിക്ക് സമാധാനം ആവുള്ളൂ. രാധയുടെ കല്യാണം. അതിന് അവക്കൊരു 10-21 വയസ്സായിട്ട് മതിയെന്നാണല്ലോ പത്നിയേച്ചി പറഞ്ഞിരുന്നത്. അതെ, പക്ഷേ ഞാൻ ആലോചിച്ചപ്പോ ചന്ദ്രേട്ടനുള്ളതുകൊണ്ട് എനിക്കൊരു കൂട്ടിന് ആവശ്യമില്ല. നിന്റെ വയസ്സ് കൂടുതല്ലേ, നിന്റെ അമ്മ അതന്നെ പറയണേ. അമ്മ പറഞ്ഞൊന്നും കാര്യമാക്കണ്ട കേട്ടോ. അതല്ല, അവർക്കും ഇല്ലേടെ ആഗ്രഹങ്ങള്, നിന്റെ ഒരു കുട്ടി എടുക്കണമെന്നും കൊഞ്ചിക്കണമെന്നൊക്കെ. പെട്ടെന്നോ? വേറൊന്നും പറയണ്ട. വീട് നന്നാക്കണമെങ്കിലോ കല്യാണ ചെലവിനോ അവൾക്ക് വേണ്ട സ്വർണ്ണ തുണിയോ ഒക്കെ ഞാൻ നോക്കിക്കോളാം. അവൾക്ക് എത്ര കൊടുത്താലും നിന്റെ കടം തീരില്ല.